കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ലക്ഷങ്ങൾ ചിലവഴിച്ച് ആശുപത്രികളിൽ കയറി ഇറങ്ങിയിട്ടുണ്ടാകാം, ഇന്റർനെറ്റിൽ നൂറുകണക്കിന് വീഡിയോകൾ കണ്ടിട്ടുമുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ഗർഭപാത്രത്തെ ഒരു അൾട്ടിമേറ്റ് പ്രഗ്നൻസി മെഷീനാക്കി മാറ്റാൻ സഹായിക്കുന്ന മെഡിക്കൽ സയൻസ് തെളിയിച്ച ഈ രഹസ്യങ്ങൾ ആരും നിങ്ങൾക്ക് ഇത്ര കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടാകില്ല. നമ്മുടെ ഈ 7-day IVF സക്സസ് ചലഞ്ച് എന്ന് പറയുന്നത് വെറും ഒരു വീഡിയോ സീരീസ് അല്ല, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പോകുന്ന ഒരു മാന്ത്രിക യാത്രയാണ്. ഇന്നത്തെ ഈ 2ാമത്തെ ദിവസത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ചികിത്സയിൽ നിങ്ങൾ വരുത്തുന്ന ഏറ്റവും വലിയ നഷ്ടമായിരിക്കും അത്. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും മിസ് ചെയ്യാതെ വീഡിയോ കാണുക. നമ്മുടെ 7-day IVF സക്സസ് ചലഞ്ചിന്റെ 1ാം ദിവസം നമ്മൾ കണ്ടത് ഗർഭപാത്രത്തെയും ശരീരത്തെയും ഒരുക്കിയെടുക്കാനുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആയിരുന്നു. ഏതൊക്കെ സൂപ്പർ ഫുഡുകൾ നിങ്ങൾ കഴിക്കണം, ഏതൊക്കെ ഭക്ഷണങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് മാറ്റണം എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഒരുപാട് ആളുകളാണ് ഇതിനോടകം തന്നെ Day 1 ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്തും അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തും തങ്ങളുടെ പോസിറ്റീവ് യാത്ര ആരംഭിച്ചത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് ഏറ്റവും മികച്ച ക്ലിനിക്കിൽ ഏറ്റവും മികച്ച ഡോക്ടറെ കണ്ട് മികച്ച ക്വാളിറ്റിയുള്ള എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്തിട്ടും പലരുടെയും IVF പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഭൂരിഭാഗം പേരും കരുതുന്നത് എംബ്രിയോസിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണെന്നാണ്. എന്നാൽ മെഡിക്കൽ സയൻസ് പറയുന്നത് അതല്ല. വിത്ത് എത്ര നല്ലതാണെങ്കിലും അത് നട്ടുപിടിപ്പിക്കുന്ന മണ്ണ് ശരിയല്ലെങ്കിൽ ആ വിത്ത് കരിഞ്ഞു പോകും. അതേപോലെയാണ് നിങ്ങളുടെ ഗർഭപാത്രവും. ഭ്രൂണം ഒട്ടിപ്പിടിക്കേണ്ട ഗർഭപാത്രത്തിലെ മണ്ണ് ഒരുക്കാൻ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ 24 മണിക്കൂറും ബെഡിൽ ഒരേ കിടപ്പ് കിടക്കുക. നിങ്ങൾ അങ്ങനെ കിടക്കുന്ന ആളാണോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കിടന്നിട്ടുണ്ടോ എങ്കിൽ സൂക്ഷിക്കുക. അത് നിങ്ങളുടെ ഗർഭധാരണ സാധ്യതയെ വർദ്ധിപ്പിക്കുകയല്ല, മറിച്ച് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഗർഭപാത്രത്തിന്റെ ഉൾപാളിയായ എൻഡോമെട്രിയത്തിന് ശരിയായ കനം ഉണ്ടെങ്കിൽ മാത്രമേ ഗർഭധാരണം നടക്കൂ. ഇതിനായി നിങ്ങൾ ഇന്നു മുതൽ മാറ്റേണ്ട, യഥാർത്ഥത്തിൽ ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്ന ആ ഒരു പ്രത്യേകതരം കിടപ്പ് ഏതാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ പകുതിയിൽ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എംബ്രിയോ ട്രാൻസ്ഫറിന് മുൻപുള്ളവർക്കും ട്രാൻസ്ഫർ കഴിഞ്ഞ് 2 ആഴ്ചത്തെ കാത്തിരിപ്പിൽ ഇരിക്കുന്നവർക്കും ഒരേപോലെ ചെയ്യാവുന്ന ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം ഇരട്ടിയാക്കുന്ന അതീവ ലളിതമായ 3 ബെഡ് മൂവ്മെന്റുകളെ കുറിച്ചാണ്. വേറെ ഒരു ഇൻട്രോയും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ വിലയേറിയ സമയം കളയുന്നില്ല. നേരെ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ പിന്നിലെ ശാസ്ത്രം വളരെ ലളിതമായി മനസ്സിലാക്കാം. നമ്മൾ നല്ല ആഹാരം കഴിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ആഹാരത്തിലെ പോഷകങ്ങളും ഓക്സിജനും നമ്മുടെ ഗർഭപാത്രത്തിൽ എത്തിയെങ്കിൽ മാത്രമേ ഭ്രൂണത്തിന് വളരാൻ സാധിക്കൂ. അതിനെയാണ് പെൽവിക് ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. കട്ടിലിൽ ഒരേ കിടപ്പ് കിടക്കുമ്പോൾ നമ്മുടെ പെൽവിക് ഭാഗത്തേക്കുള്ള രക്തയോട്ടം സ്ലോ ഡൗൺ ആകും. ഇത് ഇല്ലാതാക്കാൻ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന 3 സിമ്പിൾ ആയിട്ടുള്ള മൂവ്മെന്റുകൾ ഞാൻ ഇനിയും പറഞ്ഞു തരാം. അതിൽ ആദ്യത്തേതാണ് ആംഗിൾ പമ്പുകൾ. നിങ്ങൾ കട്ടിലിൽ നേരെ മലർന്നു കിടക്കുക. നിങ്ങളുടെ 2 കാൽപാദങ്ങളും ഒന്നിച്ച് മുന്നോട്ടും പിന്നോട്ടും പിതുക്കെ ചലിപ്പിക്കുക. ഇത് നിങ്ങളുടെ കാൽക്കുഴലുകളിലെ രക്തയോട്ടം കൂട്ടുകയും ശരീരത്തിലെ മൊത്തത്തിലുള്ള സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ഒരു തവണ ചെയ്യുമ്പോൾ 15 മുതൽ 20 തവണ വരെ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേതാണ് പെൽവിക് ടിൽറ്റുകൾ. മലർന്നു കിടന്നുകൊണ്ട് തന്നെ 2 കാലുകളും പെതുക്കെ മടക്കി വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇടുപ്പ് ഭാഗം പെതുക്കെ മുകളിലേക്ക് ചെറുതായി ഉയർത്താൻ ശ്രമിക്കുക. വളരെ ചെറിയ രീതിയിൽ മാത്രം, കഠിനമായ സമ്മർദ്ദം നൽകാതെ വേണം ഇത് ചെയ്യാൻ. ശ്രദ്ധിക്കുക, ട്രാൻസ്ഫർ കഴിഞ്ഞവർ ഈ ഒരു 2ാമത്തെ ഞാൻ പറഞ്ഞ മൂവ്മെന്റ് ഒഴിവാക്കാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. 3ാമത്തെ മൂവ്മെന്റ് ആണ് ജെന്റിൽ റിക്ലൈൻഡ് ബട്ടർഫ്ലൈ സ്ട്രെച്ച്. കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ 2 കാൽപാദങ്ങളും പരസ്പരം മുട്ടിച്ചു വയ്ക്കുക. എന്നിട്ട് 2 മുട്ടുകളും ഇരുവശങ്ങളിലേക്കും പിതുക്കെ വിടർത്തുക, ഒരു ബട്ടർഫ്ലൈയുടെ ചിറക് പോലെ. ഇത് നിങ്ങളുടെ തുടിയിടുക്കിലെയും പെൽവിക് ഏരിയയിലെയും രക്തയോട്ടം പെട്ടെന്ന് തന്നെ റോക്കറ്റ് പോലെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ശ്രദ്ധിക്കുക, ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ വയറിന് യാതൊരുവിധ സമ്മർദ്ദവും വരാൻ പാടില്ല. ഈ വീഡിയോയിൽ തന്നെ ഒരു പ്രത്യേക അടുക്കള രഹസ്യവും ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എൻഡോമെട്രിയത്തിന്റെ തിക്നെസ് വെറും 3 ദിവസം കൊണ്ട് വർദ്ധിപ്പിക്കും. അത് മിസ് ചെയ്യരുത്. ഇനിയും ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. IVF ട്രാൻസ്ഫർ കഴിഞ്ഞ് ഒരു സ്ത്രീ തുമ്മിയാലോ അല്ലെങ്കിൽ ചുമച്ചാലോ ഉള്ളിലെ എംബ്രിയോസ് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടോ? നിങ്ങളിൽ ഭൂരിഭാഗം പേരുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയ പേടിയാണിത്, അല്ലേ? നിങ്ങളുടെ ഉത്തരം എന്താണ്? ഉണ്ട് എന്നാണോ, ഇല്ല എന്നാണോ? ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തുക. നിങ്ങളുടെ ചിന്ത ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. പലരും വിചാരിക്കുന്നത് എംബ്രിയോസ് താഴേക്ക് പോരും എന്നാണ്.
എന്നാൽ യഥാർത്ഥ ശാസ്ത്രീയ സത്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അത് ഞാൻ ഈ പോയിന്റുകൾക്ക് ശേഷം കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിന്റെ 50% വിജയത്തിൽ എത്തിക്കഴിഞ്ഞു. ഒന്നാമത്തെ നാഴികക്കല്ലായ ബ്ലഡ് ഫ്ലോ മൂവ്മെന്റുകൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്ട്രെസ് ഹോർമോൺ കില്ലർ ഹാക്ക്. ശരീരത്തിൽ സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോൾ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്നീ ഹോർമോണുകൾ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ഹോർമോണുകൾ ഗർഭപാത്രത്തിലേക്കുള്ള രക്തക്കുഴലുകളെ സങ്കോചിപ്പിക്കും. അതായത് നിങ്ങൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും സ്ട്രെസ് ഉണ്ടെങ്കിൽ ഗർഭപാത്രത്തിലേക്ക് രക്തം എത്തില്ല. ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അനാവശ്യ ചിന്തകളും ഭയവും മാറ്റാൻ സൈക്കോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്ന 5-4-3-2 ഗ്രൗണ്ടിംഗ് ടെക്നിക് ഞാൻ ഇനിയും പറയാൻ പോകുകയാണ്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കുക. അതിൽ ആദ്യത്തെ പോയിന്റാണ് 5 കാര്യങ്ങൾ കാണുക എന്നുള്ളത്. നിങ്ങളുടെ മുറിയിലുള്ള ഏതെങ്കിലും 5 വസ്തുക്കളിലേക്ക് ശ്രദ്ധ തിരിക്കുക. അതായത് ജനലോ പുസ്തകമോ ചുവരിലെ ചിത്രമോ എന്തെങ്കിലുമൊക്കെ. ഇനിയും രണ്ടാമത്തെ പോയിന്റാണ് 4 കാര്യങ്ങൾ തൊട്ടറിയുക എന്നുള്ളത്. നിങ്ങളുടെ ശരീരം സ്പർശിക്കുന്ന 4 കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഇരിക്കുന്ന കട്ടിലിൻ്റെ മെത്ത, നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന കാറ്റ് എന്നുള്ളതൊക്കെ. ഇനിയും അടുത്ത പോയിന്റാണ് 3 ശബ്ദങ്ങൾ കേൾക്കുക എന്നുള്ളത്. അതായത് ചുറ്റുമുള്ള 3 ശബ്ദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. പക്ഷിയുടെ ശബ്ദമോ ഫാനിൻ്റെ ശബ്ദമോ ചുറ്റുമുള്ള ആളുകളുടെ ശബ്ദമോ എന്തെങ്കിലുമൊക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റാണ് 2 കാര്യങ്ങൾ മണത്തറിയുക എന്നുള്ളത്. ചുറ്റുമുള്ള ഏതെങ്കിലും 2 മണങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക. ലാസ്റ്റ് പോയിന്റാണ് ഒരു നല്ല കാര്യം ചിന്തിക്കുക എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തന്ന ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ഇനിയും ചിന്തിക്കുക. ഇത്രയും നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ തലച്ചോർ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മാറി നിലവിലെ സന്തോഷമുള്ള അവസ്ഥയിലേക്ക് വരികയും സ്ട്രെസ് ഹോർമോണുകൾ പെട്ടെന്ന് കുറയുകയും ചെയ്യും. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഹാക്ക് കൂടിയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതൊക്കെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ എന്ന്. എന്നാൽ ഇന്റർനാഷണൽ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ ലക്ഷങ്ങൾ വാങ്ങുന്ന കൗൺസിലുകളിൽ മാത്രം പറഞ്ഞു കൊടുക്കുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള സീക്രട്ടുകളാണ് ഞാൻ ഈ 7 ദിവസത്തെ ചലഞ്ചിലൂടെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് നൽകുന്നത്. ഇനിയുള്ള ഓരോ മിനിറ്റും നിങ്ങളുടെ ഭ്രൂണത്തിൻ്റെ ജീവനെ നിലനിർത്താൻ പോകുന്ന കാര്യങ്ങളാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനിയും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ രഹസ്യം വ്യക്തമാക്കാൻ. ട്രാൻസ്ഫർ കഴിഞ്ഞ് ഭൂരിഭാഗം പേരും ചെയ്യുന്ന ആ വലിയ തെറ്റ് പൂർണ്ണമായി അനങ്ങാതെ ഒരേ കിടപ്പ് കിടക്കുന്നതാണ്. പല സയൻറ്റിഫിക് സ്റ്റഡീസിലും തെളിയിച്ചിട്ടുള്ളത് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ബെഡ് റെസ്റ്റ് എടുക്കുന്നവരെക്കാൾ സാധാരണ ജീവിതം നയിക്കുന്നവർക്കാണ് IVF സക്സസ് കൂടുതൽ എന്നാണ്. അതുകൊണ്ട് ദിവസവും രാവിലെയും വൈകുന്നേരവും 10 മുതൽ 15 മിനിറ്റ് വരെ നിങ്ങൾക്ക് നടക്കാവുന്നതാണ്. പെതുക്കെ വേണം നടക്കാനായിട്ട്, കഠിനമായി നടക്കരുത്. ഇത് നിങ്ങളുടെ ദഹനം നന്നാക്കാനും കോൺസ്റ്റിപ്പേഷൻ തടയാനും ഗർഭപാത്രത്തിലേക്ക് നല്ല ശുദ്ധമായ രക്തം എത്തിക്കാനും സഹായിക്കും. കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റിൽ പോകാനും ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുന്നേറ്റ് നടക്കാവുന്നതാണ്. അതുപോലെ ഗർഭപാത്രത്തിന്റെ ബെഡ് ശക്തമാക്കാൻ ഇന്നു മുതൽ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് മാതള നാരങ്ങയും വാൾനട്ടുമാണ്. മാതള നാരങ്ങയിലെ നൈട്രിക് ഓക്സൈഡ് രക്തക്കുഴലുകളെ വികസിപ്പിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ പൊമീഗ്രാനൈറ്റും വാൾനട്ടും ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിൽ പേടി വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ട്രിക്ക് കൂടിയുണ്ട്. 4-7-8 ബ്രീത്തിങ് ടെക്നിക്. 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 7 സെക്കൻഡ് അടക്കി പിടിക്കുക, 8 സെക്കൻഡ് കൊണ്ട് വായിലൂടെ പെതുക്കെ പുറത്തു വിടുക. ഇത് വെറും 3 മിനിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ റിലാക്സ് ആകുന്നു, എൻഡോമെട്രിയത്തിലേക്ക് ബ്ലഡ് ഫ്ലോ ഇരട്ടിയാകുന്നു, അനാവശ്യ ചിന്തകൾ എല്ലാം മാറി നിങ്ങൾ പോസിറ്റീവ് എനർജിയിലേക്ക് വരുന്നു. ഇനിയും നമുക്ക് ഈ വീഡിയോയുടെ ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും അറിയാൻ ആഗ്രഹമുള്ള ഘട്ടത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ഡൗട്ട്സ്. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാലാണ് കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നത്, അതായത് ഇംപ്ലാന്റ് ആകുന്നത്? ഒരു ഡേ 5 എംബ്രിയോ ആണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ സാധാരണയായി 1 മുതൽ 3 ദിവസത്തിനുള്ളിൽ ഇംപ്ലാന്റേഷൻ നടക്കും. അതേസമയം ഡേ 3 എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ ഇംപ്ലാന്റേഷൻ നടക്കും. അതുകൊണ്ട് ട്രാൻസ്ഫർ കഴിഞ്ഞുള്ള ആദ്യത്തെ 3 തൊട്ട് 5 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചോദ്യമാണ്, ട്രാൻസ്ഫർ കഴിഞ്ഞ് ചുമയ്ക്കാനോ തുമ്മാനോ പേടിയാണ്, വയറ്റിൽ പ്രഷർ വന്നാൽ എംബ്രിയോസ് പുറത്തു പോകുമോ എന്ന്. ഒരു കാരണവശാലും തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഭ്രൂണം പുറത്തു പോകില്ല. ഗർഭപാത്രം എന്നത് ഒരു അടഞ്ഞ ജാം കുപ്പി പോലെയാണ്. അതിനുള്ളിലെ മ്യൂക്കസ് പാളി ഭ്രൂണത്തെ വളരെ ശക്തമായി പിടിച്ചു നിർത്തിയിട്ടുണ്ടാകും. എങ്കിലും കടുത്ത ചുമയോ ജലദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് മരുന്ന് വാങ്ങി കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, വെസ്റ്റേൺ ടോയ്ലറ്റ് തന്നെ ഉപയോഗിക്കണോ എന്നുള്ളത്. ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ പ്രശ്നമാണോ എന്നുള്ളത്. സാധിക്കുമെങ്കിൽ IVF സമയത്ത്, പ്രത്യേകിച്ച് ട്രാൻസ്ഫറിന് ശേഷം വെസ്റ്റേൺ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ വയറ്റിലും പെൽവിക് ഏരിയയിലും കടുത്ത പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വെസ്റ്റേൺ ടോയ്ലറ്റിന്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുക.
ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കാവുന്നതാണ്. നെഗറ്റീവ് എഫക്റ്റ് ഒന്നും ഉണ്ടാകില്ല. ഇനിയും അടുത്തൊരു ചോദ്യമാണ്, ബെഡിൽ കിടക്കുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നാൽ എംബ്രിയോസിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. ഒരിക്കലുമില്ല. ഗർഭപാത്രത്തിനുള്ളിൽ എംബ്രിയോസ് വളരെ സുരക്ഷിതമാണ്. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു കിടക്കുന്നത് കൊണ്ട് അതിനൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് കംഫോർട്ടായ രീതിയിൽ നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. ഇനിയും അടുത്ത ചോദ്യമാണ്, ട്രാൻസ്ഫർ കഴിഞ്ഞ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാൻ പാടുണ്ടോ എന്നുള്ളത്. ട്രാൻസ്ഫറിന് മുൻപ് നിങ്ങൾക്ക് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാവുന്നതാണ്. എൻഡോമെട്രിയൽ തിക്നെസ് കൂട്ടാനായിട്ട് വളരെ നല്ലതാണ്. എന്നാൽ ട്രാൻസ്ഫർ കഴിഞ്ഞവർ ജ്യൂസായി കുടിക്കാതെ ദിവസവും ചെറിയ അളവിൽ ബീട്രൂട്ട് തോരനായോ കറി വെച്ചോ ഒക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയും ഇന്നത്തെ വീഡിയോയിൽ വന്ന ഒരു ഡൗട്ടാണ്, ദിവസവും 3 ലിറ്റർ അല്ലെങ്കിൽ 4 ലിറ്റർ വെള്ളം കുടിക്കുമ്പോൾ എനിക്ക് ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുന്നു, അത് കുഴപ്പമാണോ എന്നുള്ളത്. ഒരു കുഴപ്പവും ഇല്ല. അത് വളരെ നല്ല ലക്ഷണമാണ്. ശരീരം ഹൈഡ്രേറ്റഡ് ആകുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത്. ഇടയ്ക്കിടെ എഴുന്നേറ്റ് യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നത് വഴി ശരീരത്തിന് ചെറിയൊരു മൂവ്മെന്റും ലഭിക്കും. അടുത്ത ഒരു ഡൗട്ടാണ്, എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് 5 ദിവസമായി വല്ലാതെ സ്ട്രെസ്സും പേടിയും തോന്നുന്നു, എന്ത് ചെയ്യണം എന്നുള്ളത്. ഈ 2 വീക്ക് വെയിറ്റ് സമയത്ത് ഇത്തരം ചിന്തകൾ സാധാരണമാണ്. നെഗറ്റീവ് വാർത്തകളും ചിന്തകളും പൂർണ്ണമായി ഒഴിവാക്കൂ. ഈ വീഡിയോയിൽ തന്നെ നേരത്തെ പറഞ്ഞ 4-7-8 ബ്രീത്തിങ് ടെക്നിക്കും അതുപോലെ തന്നെ 5-4-3-2-1 ഹാക്കും ഉപയോഗിക്കുക. നല്ല പുസ്തകങ്ങൾ വായിക്കുക. തീർച്ചയായിട്ടും ഒരു ലക്ഷണങ്ങൾ ഇല്ല എങ്കിലും IVF പോസിറ്റീവ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കാനായിട്ട് നോക്കുക. ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ്, എൻഡോമെട്രിയൽ തിക്നെസ്സിൻ്റെ കനം 6.5 mm ഉള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഈ ചലഞ്ച് കൊണ്ട് അത് കൂടുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ചലഞ്ച് കൊണ്ട് അത് കൂടും. ഡോക്ടർ തരുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നതിനൊപ്പം ഈ ഡയറ്റും ലളിതമായ വാക്കിങ്ങും ഫോളോ ചെയ്യുക. രക്തയോട്ടം കൂടുമ്പോൾ തിക്നെസ് നാച്ചുറലായി തന്നെ വർദ്ധിച്ചോളും. അടുത്തത് ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ്, IVF ട്രാൻസ്ഫറിന് ശേഷം പ്രൊജസ്ട്രോൺ മെഡിസിൻസ് വയ്ക്കുമ്പോൾ വെളുത്ത നിറത്തിൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നത് നോർമൽ ആണോ എന്നുള്ളത്. അത് മരുന്ന് പുറത്തേക്ക് പോകുന്നതാണോ എന്നുള്ളത്. ട്രാൻസ്ഫർ കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ അടിവസ്ത്രത്തിൽ വെളുത്ത പാടുകൾ കാണുമ്പോൾ ഭൂരിഭാഗം പേരും ഭയപ്പെടാറുണ്ട്. ഞാൻ വെച്ച മരുന്ന് മുഴുവൻ പുറത്തേക്ക് പോയോ, ഇനി ഇത് ഭ്രൂണത്തെ ബാധിക്കുമോ എന്ന്. ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ സയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് 100% സാധാരണമായൊരു കാര്യമാണ്. ഒട്ടും ഭയപ്പെടേണ്ടതില്ല. IVF ട്രാൻസ്ഫറിന് ശേഷം എംബ്രിയോസ് ഗർഭപാത്രത്തിൽ ഉറച്ചു നിൽക്കാൻ ഡോക്ടർമാർ പ്രൊജസ്ട്രോൺ ഹോർമോൺ അടങ്ങിയ ഗുളികകൾ തരാറുണ്ട്. അത് വെക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ഈ ഗുളികകൾ ഉള്ളിൽ വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരം അതിലെ യഥാർത്ഥ ഹോർമോൺ ഘടകങ്ങളെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായിട്ട് അബ്സോർബ് ചെയ്യും. അതിനുശേഷം ആ ഗുളികളുടെ പുറന്തോടും ബാക്കി വരുന്ന അധിക ദ്രാവകവുമാണ് വെളുത്ത നിറത്തിലായോ ചെറിയ തരികളായോ ഡിസ്ചാർജ് ആയോ പുറത്തേക്ക് പോകുന്നത്. ഇത് മരുന്ന് പാഴായി പോകുന്നതല്ല. മരുന്ന് വെച്ച് ഉടനെ കുറഞ്ഞത് 15 മുതൽ 20 മിനിറ്റ് വരെ കട്ടിലിൽ റിലാക്സ്ഡ് ആയിട്ട് കിടക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം എഴുന്നേറ്റ് നടക്കുമ്പോൾ ഇങ്ങനെ ഡിസ്ചാർജ് ഉണ്ടായാൽ പേടിക്കേണ്ടതില്ല. എന്നാൽ ഈ ഡിസ്ചാർജിനൊപ്പം കടുത്ത ചൊറിച്ചിലോ സ്മെല്ലോ അല്ലെങ്കിൽ നേരിയ തവിട് നിറത്തിലുള്ള സ്പോട്ടിങ്ങോ ഒക്കെ കാണുകയാണെങ്കിൽ ഡോക്ടറെ വിളിച്ച് വിവരം അറിയിക്കുക. അല്ലാത്ത പക്ഷം ഇത് തികച്ചും നോർമലാണ്. അപ്പോൾ നമ്മുടെ ഡേ 2 ചലഞ്ച് വിജയകരമായി ഇവിടെ പൂർത്തിയാവുകയാണ്. നിങ്ങളുടെ ഇന്നത്തെ ടാസ്ക് ഇതാണ്. ഇന്ന് മുതൽ 24 മണിക്കൂറും കിടക്കുന്നത് അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞ 3 ലളിതമായ ബെഡ് മൂവ്മെൻറ്റുകളും നിങ്ങൾ ചെയ്യുക. രാവിലെയും വൈകുന്നേരവും 10 മിനിറ്റ് പെതുക്കെ നടക്കുക. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ചെയ്യാനുള്ള ഹാക്കും ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ ഡേ 2 ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വലിയൊരു പ്രചോദനമാണ്. അതുപോലെ തന്നെ ഈ ചലഞ്ച് ചെയ്യാനായിട്ട് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാണ്. അതുകൊണ്ട് കമൻറ്റും ലൈക്കും ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ നാളത്തെ ഡേ 3 ചലഞ്ച് ഉണ്ടല്ലോ, അത് ഇതിനേക്കാളൊക്കെ എത്രയേറെ ഇരട്ടി നിർണായകമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരവും വ്യായാമവും പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മൾ രാത്രി കിടക്കുന്ന രീതി. IVF പ്രൊസീജിയർ ചെയ്യുന്ന ദമ്പതികൾക്ക് വേണ്ടി മാത്രം മെഡിക്കൽ സയൻസ് നിർദ്ദേശിക്കുന്ന ചില കസ്റ്റമൈസ്ഡ് IVF സ്ലീപ്പിംഗ് പൊസിഷനുകളുണ്ട്. ട്രാൻസ്ഫറിന് ശേഷം നിങ്ങൾ ഇടതുവശം തിരിഞ്ഞു കിടക്കണോ, വലത്തോട്ടാണോ, അതോ മലർന്നു തന്നെ കിടക്കണോ, ഭ്രൂണത്തിന് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം നൽകുന്ന ആ ഒരൊറ്റ കിടപ്പ് ഏതാണ് എന്നൊക്കെ ഉള്ളത് നാളെ ഞാൻ കാണിച്ചു തരാം. അത് മാത്രമല്ല, നാളത്തെ വീഡിയോയിൽ ഒരു വലിയ സർപ്രൈസ് കൂടിയുണ്ട്. ഗർഭപാത്ര ഭിത്തിയുടെ ആരോഗ്യം കൂട്ടാനും എൻഡോമെട്രിയം തിക്നെസ് വർദ്ധിപ്പിക്കാനും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് കുടിക്കേണ്ട ഒരു പ്രത്യേക അടുക്കള സൂപ്പർ പാനീയത്തെ പറ്റി, അതായത് മാജിക്കൽ ഡ്രിങ്കിനെ പറ്റി നാളെ നമ്മൾ ആദ്യമായി വെളിപ്പെടുത്താൻ പോവുകയാണ്. നമ്മളുടെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണത്. അത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം.
ലക്ഷങ്ങൾ മുടക്കുന്ന നിങ്ങളുടെ ചികിത്സ വിജയിക്കാൻ ഈ പാനീയം എങ്ങനെ സഹായിക്കുമെന്ന് നാളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നാളത്തെ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്ത് വെക്കുക. നാളെ ഇതേ സമയം ഇതേ എനർജിയോടെ നമുക്ക് വീണ്ടും കാണാം. ഭയപ്പെടേണ്ടതില്ല. നമ്മൾ ഈ ലക്ഷ്യം ഒന്നിച്ച് തന്നെ നേടും. പോസിറ്റീവായിട്ടിരിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കുക. നന്ദി. ഒരു പ്രധാന കാര്യം കൂടി, ഈ IVF യാത്രയിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ലക്ഷങ്ങൾ കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും ഒരു കുഞ്ഞിനായി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദമ്പതികൾ നമുക്ക് ചുറ്റിനുമുണ്ട്. പലരും സങ്കടങ്ങൾ പുറത്തു പറയാതെ മനസ്സിൽ ഒതുക്കുകയാണ് ചെയ്യാറുള്ളത്. അവർക്ക് കൃത്യമായ ശാസ്ത്രീയ അറിവുകൾ നൽകി കൂടെ നിൽക്കുക എന്നതാണ് നമ്മുടെ ഈ 7 ഡേ ചലഞ്ചിന്റെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങളുടെ ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും IVF വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കോ ഫേസ്ബുക്കുകളിലേക്കോ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ചെറിയ ഷെയറിംഗ് വലിയൊരു മാനസിക സമ്മർദ്ദത്തിൽ ഇരിക്കുന്ന ഒരു സഹോദരിക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു കൈത്താങ്ങായിരിക്കും. നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ഈ മനോഹരമായ യാത്രയിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സപ്പോർട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് തന്നെ വാട്സപ്പിലൂടെ കണക്റ്റ് ആകാവുന്നതാണ്. നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോയിലൂടെ വീണ്ടും വേഗം തന്നെ കാണാം. അതുവരേക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് വെക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ഡിയേഴ്സ്. ബൈ.